ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നൊയമ്പിന്റെ 18-ാമത്തെ ദിവസമായ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കിയിട്ടുള്ളതാണ്. ഈ ഭാഗത്തിൽ അപ്പോസ്തലൻ പോൾ കുടുംബജീവിതത്തിലും ജോലിസ്ഥലങ്ങളിലും ക്രിസ്തീയ ദർശനം എങ്ങനെ പ്രായോഗികം ആക്കണമെന്ന് പഠിപ്പിക്കുന്നു. അതുപോലെ കുട്ടികൾ, മാതാപിതാക്കൾ, ദാസന്മാർ, യജമാനന്മാർ എന്നിവർക്കുള്ള ഉത്തരവാദിത്തങ്ങളെ വിശദീകരിക്കുന്നു. ഒന്നാമതായി 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കുട്ടികളുടെ അനുസരണവും ബഹുമാനവുമാണ് പറഞ്ഞിരിക്കുന്നത്. 1-ാം വാക്യത്തിൽ, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. ക്രിസ്തീയ കുടുംബജീവിതത്തിൽ കുട്ടികൾ മാതാപിതാക്കളെ അനുസരിക്കണമെന്നത് ദൈവത്തിന്റെ നിയമമാണ്. യേശുക്രിസ്തു ബാലനായിരുന്നപ്പോൾ തന്റെ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ചിരുന്നു. അനുസരണ എന്നത് കുടുംബത്തിൽ ക്രമവും സമാധാനവും നൽകുന്നു. 2-3 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയാവുന്നു. ദൈവം മോശയ്ക്ക് നൽകിയ 10 കൽപ്പനകളിൽ 5-ാമത്തെ കൽപ്പനയായിട്ട് പുറപ്പാട് പുസ്തകം 20:12 പറയുന്നുണ്ട്. മാതാപിതാക്കളുടെ ബഹുമാനവും ആദരവും ഇവിടെ അനിവാര്യമാണ്. ഇത് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിപ്പാനും ദീർഘായുസ്സിനും കാരണമാകുന്നു. രണ്ടാമതായി, മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് വാക്യം 4 പറഞ്ഞിരിക്കുന്നത്. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. മക്കളെ കോപിപ്പിക്കരുത്, അതായത് അനാവശ്യ കഠിനതയോ അനീതിയോ അവഗണനയോ കാണിക്കരുത്. പകരം ദൈവത്തിന്റെ ഉപദേശവും ശിക്ഷയും ഉപയോഗിച്ച് സ്നേഹത്തോടെ വളർത്തണം. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ വളരെയധികം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കുട്ടികളെ ദൈവവചനത്തിലെ സത്യങ്ങൾ പഠിപ്പിക്കുകയും അവയെ മാതൃകയോടുകൂടി കുഞ്ഞുങ്ങളുടെ മുന്നിൽ ചെയ്യേണ്ടതും മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. മൂന്നാമതായി, ദാസന്മാർക്കുള്ള ഉപദേശമാണ് 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെയല്ല, കർത്താവിനെന്ന പോലെ സന്തോഷത്തോടെ സേവനം ചെയ്യുവീനെന്നാണ്. 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അങ്ങനെ ഓരോരുത്തൻ നല്ലത് ചെയ്യുകയിൽ അവൻ ദാസനായാലും സ്വതന്ത്രനായാലും കർത്താവിങ്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന് അറിവീൻ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങളെ കാണുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പൈശാചിക പോരാട്ടങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവാം. അതിൽ നിന്നുമുള്ള ഒരു തിരിച്ചുവരവാണ് കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഈ നോമ്പുകാലം നമ്മൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, അത് ഭവനത്തിലായാലും സഭയിലായാലും ജോലിസ്ഥലങ്ങളിലായാലും വിശ്വസ്തയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ദൈവത്തിൽ നിന്നുമുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും. 4-മതായി, യജമാനന്മാരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് 9-ാം വാക്യത്തിൽ പറയുന്നത്. യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷയില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിക്കുകയും ചെയ്യുകയും. 4 ചിന്തകളാണല്ലോ നമ്മൾ പങ്കുവച്ചത്. ഇതിലൊന്നാമത്, കുട്ടികൾ മാതാപിതാക്കളെ അനുസരിക്കണം, ഇത് ദൈവഹിതം കൂടിയാണ്. 2, മാതാപിതാക്കൾ മക്കളെ ദൈവഭക്തിയോടെ വളർത്തണം, അവരെ മനോവിഷമിപ്പിക്കരുത്. 3, ജോലിക്കാർ സത്യസന്ധതയോട് ജോലി ചെയ്യണം, അത് ദൈവത്തിനു വേണ്ടി ചെയ്യുന്നത് പോലെ. 4, യജമാനന്മാർ നീതിപൂർവം പ്രവർത്തിക്കുന്നു, ഭീഷണിയോ അതിക്രമമോ അനുവദനീയമല്ല. എല്ലാവരും ദൈവത്തിനു മുമ്പിൽ തുല്യരാണ്. നന്മ ചെയ്യുന്നവർക്ക് പ്രതിഫലവും അനീതി കാണിക്കുന്നവർക്ക് ശിക്ഷയും ലഭിക്കും. ഈ വചനങ്ങൾ കുടുംബത്തിലും ജോലിയിലും സ്നേഹവും നീതിയും കർത്താവിന്റെ ഭക്തിയും ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.